എം.ടിയുടെ വീട്ടുപണിക്കാരനാകാൻ മോഹിച്ച മച്ചാട് ബാലകൃഷ്ണൻ. എം.ടിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ എം.ടി തന്നോട് പങ്കുവച്ച വാത്സല്യ വാക്കുകൾ ഓർമ്മിച്ചെടുത്ത് മച്ചാട് ബാലകൃഷ്ണൻ. അടുത്ത ജന്മം അങ്ങയുടെ അടുക്കള പണിക്കാരനായി ജനിക്കാൻ മോഹമെന്ന് ബാലകൃഷ്ണൻ എം.ടിയോട് പറഞ്ഞു. എം.ടിയെ എന്നും കാണാമല്ലോ എന്ന് കരുതിയാണ് അദ്ദേഹം ഈ ആഗ്രഹം എം.ടിക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. എന്റെ അനിയനായി ജനിച്ചുകൂടെ എന്നായിരുന്നു എം.ടിയുടെ മറുപടിയെന്ന് ബാലകൃഷ്ണൻ പറഞ്ഞു. തന്റെ ഊണിലും ഉറക്കത്തിലും എം.ടിയെ നെഞ്ചോട് ചേർത്ത് ജീവിക്കുന്ന കടുത്ത ആരാധകനാണ് മച്ചാട് ബാലകൃഷ്ണൻ. എം.ടിയുമായി അടുത്ത ബന്ധം വെച്ച് പുലർത്തുകയും എം.ടിയുടെ മരണം വരെ സ്നേഹകുശലങ്ങൾ പങ്കുവെക്കുകയും ചെയ്തിരുന്ന അപൂർവം ഒരാളാണ് മച്ചാട് ബാലകൃഷ്ണൻ. കേരള സാഹിത്യ അക്കാദമിയിൽ നടന്ന എം.ടി വാസുദേവൻ നായർ അനുസ്മരണ സമ്മേളനത്തിൽ എം.ടി സ്മൃതി പ്രഭാഷണം നടത്തുകയായിരുന്നു മച്ചാട് ബാലകൃഷ്ണൻ. കഴിഞ്ഞ ജന്മത്തിൽ എനിക്ക് അങ്ങയുടെ അടുക്കളപ്പണിക്കാരനായി അടുത്ത ജന്മത്തിൽ എനിക്ക് അങ്ങയുടെ അടുക്കളപ്പണിക്കാരനായി ജനിക്കണം എന്നാണ് മോഹം. എപ്പോഴും കണ്ടും കേട്ടും സംസാരിച്ചും ഇരിക്കാമല്ലോ. അത് പറഞ്ഞപ്പോൾ എം.ടി എന്താ പറഞ്ഞത്? അത് ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നിനക്കെൻ്റെ അനിയനായി ജനിച്ചുകൂടെ, എന്തിനാ അടുക്കള പണിക്കാരനാവണേ, നമ്മൾ തമ്മിൽ അങ്ങനെയല്ലേ എന്ന് ചോദിച്ചത്. സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് എൻ രാജൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ചടങ്ങിൽ മച്ചാട് ബാലകൃഷ്ണനെ ആദരിച്ചു. ഡോക്ടർ വി.ബി. പ്രസാദിന്റെ വസന്തം കൊതിച്ച വയൽപ്പൂവ്, ബി. ജോസുകുട്ടിയുടെ പ്രണയത്തിന്റെ ഫോസിൽ, നൈന മണ്ണഞ്ചേരിയുടെ അപ്പുവിന്റെ കഥ അമ്മയുടെയും, ടി.കെ. രാധാകൃഷ്ണന്റെ ദി നേക്കഡ് മാൻ ഇൻ റെയിൻ എന്നീ പുസ്തകങ്ങളുടെ പ്രകാശനവും നടന്നു. മച്ചാട് എളയത് സ്മാരക വായനശാല വൈസ് പ്രസിഡന്റ് കുട്ടപ്പൻ മാസ്റ്റർ പ്രസംഗിച്ചു. പരിപാടിയുടെ ഭാഗമായി എം.ടിയുടെ ചലച്ചിത്രങ്ങളിലെ ഗാനങ്ങൾ കോർത്തിണക്കിയ ഗാനമേളയും അരങ്ങേറി.